നമുക്ക് ഇല്ലാത്ത പല കാര്യങ്ങളും മറ്റുള്ളവരിൽ കൂടുതൽ കാണുമ്പോൾ കടം വാങ്ങുന്നവരാണ് നമ്മൾ. ചെന്ന് ചോദിക്കുന്നു, അവർ കടമായിട്ട് തരുന്നു. പണമാകാം, എന്ത് കാര്യമാകാം. എന്നാൽ ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കൃപ കടം വാങ്ങാൻ പറ്റില്ല കേട്ടോ. അടുത്തുള്ള വ്യക്തി കൃപയിലാണ്, ആ വ്യക്തിയിൽ നിന്ന് കൃപ കുറച്ച് തരോ എന്ന് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. നമ്മളുടെ കൃപ നമ്മൾ തന്നെ ഉണ്ടാക്കണം. ഒരു വ്യക്തിയുടെ വിശുദ്ധ ജീവിതം കണ്ട്, ആ വ്യക്തിയുടെ ആധ്യാത്മികതയിലുള്ള വളർച്ച കണ്ട് ദൈവം നൽകുന്ന സമ്മാനമാണ് കൃപ. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. മറ്റുള്ളവന് വേണ്ടി ഞാൻ പള്ളിയിൽ പോയിട്ട് കാര്യമില്ല, അവന് വേണ്ടി പ്രാർത്ഥിക്കാവുന്നേ ഉള്ളൂ. അവന് കൃപ ഇവിടെ നിന്ന് കൊടുത്തെടുത്തുകൊണ്ട് അവന് പോയി കൊടുക്കാൻ പറ്റില്ല. എനിക്ക് കൃപയുണ്ടെങ്കിൽ ആ കൃപയനുസരിച്ച് എൻ്റെ വിളിയും നടക്കുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ കുറച്ച് എണ്ണ ഞങ്ങൾക്ക് തരിക എന്ന് ആ കന്യകകൾ പറഞ്ഞു. ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ, കൃപയില്ലാതെ വരുമ്പോഴാണ് ഈ വിളക്കുകളൊക്കെ പതുക്കെ പതുക്കെ അണയാൻ തുടങ്ങുക. മറ്റുള്ളവന്റെ വിളക്ക് കത്തി നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു അസൂയ തോന്നും. കുറച്ച് തരാൻ പറഞ്ഞ് നമ്മൾ ചെന്ന് ചോദിക്കും, പക്ഷെ കാര്യമില്ല. നമ്മുടെ വിളക്ക് അണഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ കൃപയിൽ നിറയുക. ആ സമയത്തല്ല ഓടി നടക്കേണ്ടത്, കൃപ അന്വേഷിച്ച് നമ്മളിപ്പോ മുതൽ ഇങ്ങനെ ദാഹത്തോട് ത്യാഗത്തോടു കൂടെ ദൈവസന്നിധിയിൽ ആത്മീയ ജീവിതത്തിൽ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ കൃപയുള്ള വ്യക്തികളാണോ എന്ന് ആത്മശോധന ചെയ്യാം. അതുപോലെ ആരുടെ കയ്യിൽ നിന്നും കൃപ കടമെടുക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ ഒരു സമ്മാനമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. നമ്മുടെയൊക്കെ വിശുദ്ധ ജീവിതം കണ്ടിട്ട് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അത് എനിക്ക് കൂടുതൽ നിറയ്ക്കാൻ നമുക്ക് സാധിക്കട്ടെ. പ്രാർത്ഥിക്കാം.